വല്ല ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾസിന്റെ പ്രത്യേകതകളും അതിന്റെ റേഷ്യോസും ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ? രണ്ട് പ്രോബ്ലംസും ചെയ്തിരുന്നു അല്ലെ? ആരെല്ലാം റിപ്ലൈ പറ. എല്ലാരും ഒന്ന് അനങ്ങായിരിക്കുന്നത്. ഹലോ, നിങ്ങൾ സാറ് ചോദിക്കുന്നതിന് റിപ്ലൈ കൊടുക്കണേ. നിങ്ങൾ സ്റ്റുഡൻസ് മൈക്ക് ഓൺ ചെയ്തെന്ന് പറയണേ. ഓക്കെ, കുട്ടികളൊക്കെ ആയി വരുന്നു തോന്നല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒരു ഗുഡ് ഈവനിങ്. എല്ലാരും പറഞ്ഞേ ഗുഡ് ഈവനിങ് ഒക്കെ. അമ്മയുടെ അടുത്ത് പറഞ്ഞേ എല്ലാവരും എനർജറ്റിക് ആയിട്ട്. ഗുഡ് ഈവനിങ് സാർ. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചതിൽ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പാരലോഗ്രാമിന്റെ കേസ് വരെയാ പഠിച്ചല്ലേ? ഒരു രണ്ടാമത്തെ പ്രോബ്ലം വരെ ചെയ്യിച്ചല്ലേ? പേജ് നമ്പർ 103 ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 103 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഈ മൂന്നാമത്തെ തൊട്ടല്ലേ നമ്മൾ തുടങ്ങണ്ടേ അല്ലേ അനീഷ? സാർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടിന്യൂഷൻ പ്രശ്നമാവുമല്ലോ. ഓക്കെ, അനീഷയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾ ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ പഠിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വേറൊന്നുമല്ല, നമ്മുടെ ട്രയാങ്കിൾസിനെ പറ്റി. രണ്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് നമുക്ക് അല്ലെ? ട്രയാങ്കിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് 45 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട്. ഒന്ന് 45 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ. 45 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സുകളുടെ ലെന്ത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതായത് ഈ ലെന്തും ഇതിന്റെ ലെന്തും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനത്തെ 90 ഡിഗ്രി ട്രയാങ്കിളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 45 റൈറ്റ് ട്രയാങ്കിൾ. കാരണം ഇതിന്റെ രണ്ട് ഇതിലും എന്തായിരിക്കും? 45 ആയിരിക്കും. രണ്ട് ആംഗിളും എന്തായിരിക്കും? 45 ആയിരിക്കും. അതാണ് ഒരു ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, അതെന്ന് വെച്ചാൽ അങ്ങനെ പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിൽ ഈക്വൽ ഒന്നും ആയിരിക്കത്തില്ല, ലെന്ത് ഈക്വൽ ആയിരിക്കത്തില്ല, ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയും ചെറിയ കോണായിട്ടിരിക്കുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയും ആയിരിക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പഠിപ്പിച്ചത്. രണ്ട് ടൈപ്പ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഒന്ന് 45 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിളും ഒന്ന് 30-60 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ. ഈ രണ്ട് ടൈപ്പ് ഓഫ് റൈറ്റ് ട്രയാങ്കിളുടെ കേസുകളാണ് നമ്മൾ ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന സെക്ഷനകത്ത് മെയിൻലി പഠിക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഒക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്ന് പറയാം. സൈഡിന്റെ റേഷ്യോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സൈഡും ഈക്വലാന്ന് പറഞ്ഞു അല്ലെ? ഇത് എക്സ് ആണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഈ സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2x സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 2x എന്ന് വരും. ഇവിടെ ഇപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 2x ആണ് ഈ സൈഡ് എന്ന് പറയുന്നത്. ഈ സൈഡ് അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 2x ആണ്.
അപ്പൊ ഈ സൈഡ് എക്സ് ആണ്, ഈ സൈഡ് എക്സ് ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എക്സ് ഈസ് ടു √2x എന്ന് വരും. ഈ എക്സ് എല്ലാം നമുക്ക് ക്യാൻസൽ ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 എന്നായിരിക്കും. അപ്പൊ ഈ 45 റൈറ്റ് ട്രയാങ്കിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റേഷ്യോ കിട്ടും, സൈഡുകളുടെ റേഷ്യോ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1:√3:2 എന്ന് കിട്ടും. 1:√3:2. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇത് വെച്ചിട്ട് 2 പ്രോബ്ലംസ് വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ മെയിൻലി നമ്മൾ ഓർത്തിരിക്കേണ്ടത് സൈഡുകളുടെ റേഷ്യോ എന്താണെന്ന് ഓർത്തിരിക്കണം. ഏത് ട്രയാങ്കിൾ കാണുമ്പോൾ ട്രയാങ്കിൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. അതല്ലെങ്കിൽ നമുക്കത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രയാങ്കിൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ റേഷ്യോ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ പിന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യും സൈനിന്റെയും കോസ് ഒക്കെ വാല്യൂസ് ഒക്കെ ഇട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോഴേ ഇല്ല, അടുത്ത സെക്ഷനിലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ മെയിൻലി ചെയ്യുന്നത് പഠിക്കേണ്ടത് ഈ സംഭവങ്ങളാണ്. ഒന്ന് ഈ റേഷ്യോകളെ പറ്റിയും ഒക്കെ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വരാൻ ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ഒരു കണക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നമ്മപ്പോ മൂന്നാമത്തെ ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. എ റെക്ടാങ്കുലർ ബോർഡ് ഈസ് ടു ബി കട്ട് എലോങ് ഡയഗണൽ ആൻഡ് പീസസ്. അത് ആരെങ്കിലും ഒന്ന് വായിച്ചു, ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒന്ന് വായിക്കും. ഓക്കെ, ഞാൻ പറയാം ആര് വായിക്കണം. അഭിനന്ദുണ്ടോ? അഭിനന്ദ വായിച്ചേ. അഭിനന്ദ് പി വി. ടെക്സ്റ്റിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അഭിനന്ദിന് അനക്കമില്ലെന്ന് തോന്നുന്നു. എന്ത് സൈലന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അനീഷ വായിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്ത് നോക്കി വായിച്ചാൽ മതി. ആർക്കും വായിക്കണ്ട, ഞാൻ തന്നെ വായിക്കണം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കാം. എന്നാ ക്വസ്റ്റ്യൻ വായിക്കുക. ആരാ ഇപ്പൊ പറഞ്ഞേ? ആള് ക്വസ്റ്റ്യൻ വായിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ റെക്ടാങ്കുലർ ബോർഡ്. A rectangular board is to be cut along the diagonal and the pieces rearranged to form an equilateral triangle as shown below. The sides of the triangle must be 50 centimeters. What should be the length and breadth of the rectangle? Okay. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താ? എ റെക്ടാങ്കുലർ ബോർഡ് ഈസ് ടു ബി കട്ട് എലോങ് ദ ഡയഗണൽ. ഒരു റെക്ടാങ്കുലർ ബോർഡ് ആദ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇതാണ് ഒരു റെക്ടാങ്കുലർ ബോർഡ്. പുസ്തകത്തിനകത്ത് ആദ്യം ഡയഗണലി എന്ത് ചെയ്തു? കട്ട് ചെയ്തു അല്ലെ? ഡയഗണലി കട്ട് ചെയ്തു. ആൻഡ് ദ പീസസ് റീഅറേഞ്ച്ഡ് ടു ഫോം ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ പീസസ് അപ്പൊ നമുക്ക് രണ്ടായിട്ട് പകുത്തപ്പോ ഇതൊരു പീസായി, ഇതൊരു പീസായി അല്ലെ? ഈ പീസിനെ ഏതാക്കാണ് പറഞ്ഞത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റി. അതാണ് രണ്ടാമത്തെ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റി അല്ലെ? ഇങ്ങനെ ഇരുന്ന രണ്ടെണ്ണത്തിനെ തലതിരിച്ചു കൊണ്ട് വെച്ചു. ഇവിടെ ഈ കിടക്കുന്നതിനെ ഇങ്ങോട്ട് തലതിരിച്ച് വെച്ചപ്പോഴത്തേക്ക് ഈ ഒരു ആംഗിൾ കിട്ടി, ട്രയാങ്കിൾ കിട്ടി അല്ലെ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ മസ്റ്റ് ബി 50 സെന്റിമീറ്റർ. ട്രയാങ്കിളിന്റെ സൈഡുകൾ എത്ര ആയിരിക്കണം? 50 സെന്റിമീറ്റർ വീതമായിരിക്കണം. ഇത് 50 ആയിരിക്കണം, ഇതും 50 ആയിരിക്കണം അല്ലെ? 50 ആയിരിക്കണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്?
എന്തോ ഒന്നുകൂടെ പറഞ്ഞേ, വോയിസ്. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ട് പ്രോബ്ലം എന്തെങ്കിലും? ഇല്ല കേക്കാം. ഇല്ല സാർ. ഓക്കെ എന്തായാലും നമുക്ക് തുടങ്ങാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഒരു റെക്ടാങ്കിൾ ആയിരുന്നു, അതിനെ നമ്മൾ ഡയഗണലി എന്ത് ചെയ്തു, രണ്ടായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് എന്തുണ്ടാക്കി, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഓരോ ട്രയാങ്കിളിന്റെയും സൈഡ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. ഇത്രയും മനസ്സിലാക്കി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റെക്ടാങ്കിളിന്റെ ലെന്തും ബ്രെഡ്ത്തുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? അപ്പൊ നമ്മൾ പറയാം, നമുക്ക് ആകെയുള്ള ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? 3 സൈഡ്സ് ഈക്വൽ. 3 സൈഡ്സ് all sides equal, angles 60. കണ്ടീഷൻ. ആംഗിൾസ് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിളും എന്തായിരിക്കും? എല്ലാ കോണിലെ ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും അല്ലേ? എല്ലാ ആംഗിൾസ് എന്തായിരിക്കും? 60 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ പറഞ്ഞു, ഇതിൽ നമുക്കൊരു ഐഡിയ മനസ്സിലാകും. ഇത് നമ്മൾ സെന്ററിൽ നിന്നാണ് ഈ കട്ട് ചെയ്തിരിക്കുന്നത്, ഈ ലൈൻ അല്ലേ? ഈ ലൈൻ നമ്മൾ സെന്ററിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുക. അപ്പൊ ഇത് എന്ന് പറയുന്ന 60നെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെന്തായിരിക്കും? 30 ആയിരിക്കും. ഇത് എന്തായിരിക്കും? 30 ആയിരിക്കും അല്ലേ? ഇത് 90 ആയിരിക്കത്തില്ലേ? അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു 30-60 റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഈ ഒരു ഫസ്റ്റ് കൺസെപ്റ്റ് ഇതാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്, എല്ലാ സൈഡും 50 ഡിഗ്രി ആയിരിക്കും. 50 എന്ന് തന്നിട്ടുണ്ട്, ഡിഗ്രി അല്ല 50 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ? ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇത്രയും ചെയ്തു. ഇത്രയും ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുകൂടെ പറയാം. ഓക്കെ. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു റെക്ടാങ്കിളിനെ ഡയഗണലി കട്ട് ചെയ്തു. ഡയഗണലി കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഡയഗണലി കട്ട് ചെയ്തു. ഡയഗണലി കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. അതായത് ഈ സൈഡിൽ ഇരിക്കുന്ന സാധനത്തെ ഇങ്ങോട്ടൂടെ തരതിരിച്ച് വെച്ചപ്പോഴത്തേക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഈ ഒരു ഫിഗർ കിട്ടി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അപ്പൊ എല്ലാ സൈഡും ഈക്വലാണ്. അപ്പൊ ഈ സൈഡ് 50 ആണെങ്കിൽ ഈ സൈഡ് 50 ആയിരിക്കും, ഈ സൈഡും 50 ആയിരിക്കും അല്ലെ? അത്രയും നമുക്കറിയാം. പിന്നുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും എന്നതാണ്. അതായത് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഈ മണ്ടയ്ക്കത്തെ ആംഗിളും എത്ര ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഡയഗണൽ വെച്ചിട്ടല്ലേ നമ്മൾ ഡയഗണൽസ് കട്ട് ചെയ്തിട്ടല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് നമ്മളൊരു എന്താ പറയുക, ഒരു കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മിഡിലിൽ കൂടെ കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ എന്ത് ചെയ്തു, 60നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 30 എന്ന് എഴുതി. അപ്പൊ ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ഓരോ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും എന്താണ്? 30-60 റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അല്ലാതെ 45-45 റൈറ്റ് ട്രയാങ്കിൾ ആണോ നമുക്ക് കിട്ടുന്നത്? അല്ലല്ലോ, 30-60 റൈറ്റ് ട്രയാങ്കിൾ അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. മുമ്പേ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റെക്ടാങ്കിളിന്റെ ലെന്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നമുക്കറിയാം ഇത് 50 ഡിഗ്രിയാണ്. ടോട്ടൽ എത്ര? 50 ഡിഗ്രിയാണ്. 50 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. ഇത് 50 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. അപ്പൊ ഇത് മിഡിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എത്ര ആയിരിക്കും? 25 ആയിരിക്കും. 25 ആയിരിക്കും അല്ലെ? ഈ 25 പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 25 അല്ലേ?
അല്ലേ? ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചോ? ആ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു. ഇനി ലെന്ത് കണ്ടുപിടിക്കണ്ടേ? ഓ ആ ഇനി ലെന്ത് കണ്ടുപിടിക്കാൻ എന്ത് എളുപ്പമല്ലേ? ഇത് 50 ഡിഗ്രി ഉണ്ട്, ഇത് 50 സെന്റിമീറ്റർ ആണ്. സോറി, 50 ഡിഗ്രി അല്ല, 50 സെന്റിമീറ്റർ ആണ്. ഇത് 25 സെന്റിമീറ്റർ ആണ്. സ്വാഭാവികമായിട്ടും ഇത് കണ്ടുപിടിക്കല്ലേ എളുപ്പമല്ലേ? ഒന്നെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡ് വെച്ച് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് വെച്ച് ചെയ്യാം? ഇങ്ങനെ റേഷ്യോ എടുത്തൊക്കെ വെച്ച് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ? പോരെ? അതല്ലേ എളുപ്പം. ആ ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? റൂട്ട് ഓഫ് 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതണം. 25 സ്ക്വയർ ചെയ്ത് കണ്ടുപിടിച്ച എത്രയാണ്? റൂട്ട് ഓഫ് 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ എന്ന് പറയാം. ഇതിന് നമുക്ക് 50 നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇത് ഫിഗർ ഒന്ന് മായ്ക്കുവാണേ. 50 നമ്മൾ ഇങ്ങനെയല്ലേ കിട്ടിയത്? 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. 50 സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ? 50 എന്ന് പറയുന്നത് എന്തുവാ? 25 into 2 അല്ലയോ? ദാറ്റ് ഈസ് 25 സ്ക്വയർ into 2 സ്ക്വയർ എന്നല്ലയോ 50 എന്ന് പറയുന്നത്? മൈനസ് 25 സ്ക്വയർ ഇങ്ങനെയല്ലേ വരുന്നത്? ഇതിനകത്തും രണ്ടിനകത്തും 25 ഉണ്ട്. 25 കോമൺ എടുക്കുക. ഇസ് ഈക്വൽ ടു 25 റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 മൈനസ് 1. ദാറ്റ് ഇസ് ഈക്വൽ ടു പറഞ്ഞോ. റൂട്ട് ഓഫ് 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ എന്നാ റൂട്ട് ഓഫ് 10 അല്ലല്ല 50 സ്ക്വയർ അതെങ്ങനെയാന്ന് പറഞ്ഞു. അതൊക്കെ ഓക്കെ ഒന്നുകൂടെ പറയാം. റൂട്ട് ഓഫ് 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേ? അല്ലേ? ആ ഓക്കെ, ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 50 എന്ന് പറയുന്നത് 25 into 2 അല്ലേ? ആ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 into 2 the whole square എന്നല്ലേ 50 സ്ക്വയറിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ആ അങ്ങനെ വരുമ്പോ ഈ സ്ക്വയർ ഇവിടെ കിടക്കുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുതോ? 25 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്ന്. ആ അല്ല അതങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? ഒരു റൂൾ ഉണ്ടല്ലോ, mn സ്ക്വയർ ഈസ് ഈക്വൽ ടു m സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ എന്ന് റൂൾ പഠിച്ചിട്ടില്ലയോ? ഇപ്പൊ മനസ്സിലായി. 25 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. അത് തന്നെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ രണ്ടിടത്തും എന്തുണ്ട്? 25 സ്ക്വയർ ഉണ്ട്. അപ്പൊ 25 സ്ക്വയർ എന്തെടുക്കുക? വെളിയിൽ എടുക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇപ്പുറത്ത് മൈനസ് 1. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു 3. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് മാറ്റുമ്പോൾ 25 റൂട്ട് 3. ഇതാണ് ആൻസർ, ലെന്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? -1 എങ്ങനെയാണ്? -1 എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ 25 സ്ക്വയർ ഇതും കോമൺ എടുത്തു. കോമൺ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 2 സ്ക്വയറേ ഉള്ളൂ. ഇവിടെ വരുമ്പോ ബാക്കി 1 അല്ലേ ഉള്ളൂ. അതെങ്ങനെയാ? അവിടെ 25 സ്ക്വയർ അല്ലേ സാറേ? എടാ, രണ്ടിടത്തും നമ്മൾ 25 സ്ക്വയർ കോമൺ എടുക്കുമല്ലോ. കോമൺ എടുത്തെഴുതുന്നതല്ലേ ഇത്? അത് കോമൺ ആയിട്ട് എടുത്ത് ഒന്നാക്കി എഴുതി. ഞാൻ പറയാം, ഒന്നുകൂടെ കാണിക്കാം. റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ 4 ആയിട്ട് എഴുതി. മൈനസ് 25 സ്ക്വയർ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. അത് ഇത്ര മനസ്സിലായി. ഈ സംഭവം നമ്മൾ വെളിയിലെടുക്കും, കോമൺ ആയിട്ട് എടുക്കും. അതായത് റൂട്ടിനകത്ത് തന്നെ വെളിയിലെടുക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ബാക്കി ഈ ഫസ്റ്റിനകത്ത് പിന്നെ 4 അല്ലേ ഉള്ളൂ. ഇതിനകത്ത് വെളിയിലെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ 4 അല്ലേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഒരു 25 സ്ക്വയർ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ ഒരു 1 കാണത്തില്ലേ? 0 ആണ് അവിടെ ഉള്ളത്. ഒരു 1 കാണത്തില്ലേ? 25 സ്ക്വയർ ഇൻറ്റു 1 എന്നല്ലേ 25 സ്ക്വയറിന്റെ അർത്ഥം. അപ്പൊ അവിടെ ഒരു ബാക്കി ഒരു 1 കിടപ്പില്ലേ?
അത് തന്നെയാണ് നമ്മൾ ഈ 25 സ്ക്വയറും 25 സ്ക്വയറും ഒരെണ്ണം ആക്കിയിട്ട് അടുത്ത റൂട്ടിൽ റൂട്ട് ഓഫ് 25 സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെയാണോ? അല്ല, നമ്മൾ ഈ റൂട്ട് അവിടെ തന്നെ കിടക്കട്ടെ. റൂട്ടിനകത്താണ് നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. റൂട്ട് അവിടെ തന്നെ കിടക്കട്ടെ. റൂട്ട് അവിടെ തന്നെ കിടന്നിട്ട് റൂട്ട് ഇപ്പൊ നോക്കണ്ട. റൂട്ടിനകത്ത് തന്നെയാണ് നമ്മൾ 25 സ്ക്വയർ ഇൻറ്റു 4 മൈനസ് 25 സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ആ റൂട്ടിനകത്ത് തന്നെ എന്നിട്ട് നമ്മൾ ചെയ്യുക. ഇതിനകത്തു നിന്നാണ് നമ്മൾ ഈ 25 സ്ക്വയറും വെളിയിലെടുത്തു. ഇവിടുന്ന് രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് വെളിയിലെടുത്തു. വെളിയെടുക്കാന്ന് വെച്ചാൽ റൂട്ടിനകത്ത് തന്നെ വെളിയിലെടുത്തു. അപ്പൊ ഈ 25 കൂടെ ഒരു 25 സ്ക്വയർ ആക്കുവാണോ ചെയ്യുന്നത്? അതെ തന്നെ. രണ്ടിടത്തും ഒരു കോമൺ എടുക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ കോമൺ എടുക്കുന്നത്? രണ്ടിടത്തും ഒരുപാട് സംഖ്യകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രണ്ടിടത്തും ആ സംഖ്യ വെളിയിലെടുക്കുക, കോമൺ ആയിട്ട് എടുക്കുക. കോമൺ ആയിട്ട് ഒന്നാക്കി എഴുതി. അത് 25 സ്ക്വയർ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അത് ഒന്നാക്കി അല്ലെ? ഒന്നാക്കി എഴുതും. ദാറ്റ് ഈക്വൽ ടു 25 സ്ക്വയർ എന്ന് എഴുതും. പിന്നെ ഇവിടെ 25 സ്ക്വയർ നമ്മൾ ഓൾറെഡി വെളിയിലെടുത്തു. ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? 4. പിന്നെ ഇവിടെ നിന്ന് പറയുന്നത് 25 സ്ക്വയർ ഇൻറ്റു 1 എന്നാ അല്ലേ? 25 സ്ക്വയർ നമ്മളത് എഴുതുന്നില്ലെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് 25 സ്ക്വയർ ഇൻറ്റു 1 എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മൈനസിന് ഇപ്പുറത്ത് പിന്നെ വേറെ ആരുടെ കിടപ്പുണ്ട്? ഈ ഒന്നുകൂടെ കിടപ്പില്ലയോ? അപ്പൊ ആ ഒന്നായി കിടക്കുന്നത്. അതിപ്പോ പിന്നെ എന്തായി? റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു 3 ആയി. 25 സ്ക്വയർ ഇൻറ്റു 3 ആയി. പിന്നെ എന്ത് ചെയ്തു? റൂട്ട് മാറ്റിയപ്പോൾ എന്തായി? 25 ഇൻറ്റു 25 സ്ക്വയർ എന്നുള്ളത് റൂട്ട് കിടക്കുമ്പോൾ എന്താകും? റൂട്ട് ഓഫ് 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 അപ്പൊ 25 ഇൻറ്റു റൂട്ട് 3. ഇപ്പൊ മനസ്സിലായോ? അല്ല സാറേ, പറഞ്ഞോ. റൂട്ട് ഓഫ് 25 സ്ക്വയർ 25 തന്നെയാ? റൂട്ട് ഓഫ് 25 സ്ക്വയർ 25 റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? റൂട്ട് ഓഫ് 1/2 എന്നല്ലേ എഴുതുന്നത്? റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 1/2, അതായത് 50 റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം 100 റൂട്ട് ഓഫ് 100 എന്ന് പറയുന്നത് എന്താണ്? 100 റേസ് ടു 1/2 എന്നല്ലേ നമ്മൾ എഴുതുന്നത് അല്ലേ? ഓക്കെ. അങ്ങനെ വരുമ്പോ റൂട്ട് 25 സ്ക്വയർ എന്ന് പറയുന്നത് 25 സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്നാ. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു ദ ഹോൾ റേസ് ടു 2/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25. 2/2 എത്ര? 1 അല്ലേ? 25 റേസ് ടു 1 25. 1/2 എന്ന് പറയുന്നത് നമ്മളിപ്പോ റൂട്ട് എന്ന് പറയുക അതിനർത്ഥം 1/2. ഇപ്പൊ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 എന്ന് എഴുതി അല്ലെ? 2 സ്ക്വയറിന്റെ പറയുന്നത്. അപ്പൊ സ്ക്വയറിന്റെ നമ്മൾ റൂട്ട് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് 2 റേസ് ടു എപ്പോഴും ഓർത്തണം 1/2 2 റേസ് ടു 1/2. റൂട്ട് 3 എന്ന് പറയുന്നതിന് നമ്മൾ 3 റേസ് ടു 1/2 എന്നാണ് പറയുന്നത്. റൂട്ട് 4 എന്ന് പറയുന്നതിന് നമ്മൾ 4 റേസ് ടു 1/2 എന്ന് പറയും. എല്ലാ റൂട്ട് വരുവാണെങ്കിൽ അതിനർത്ഥം റേസ് ടു 1/2 എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഓക്കെ. അപ്പോ റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു 3 എന്നാ കിടക്കുന്നത്. 25 സ്ക്വയർ ഇൻറ്റു 3 എന്നാ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 സ്ക്വയർ ഇൻറ്റു റൂട്ട് 3 സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പോ റൂട്ട് ഓഫ് 25 സ്ക്വയർ എന്ന് പറയുന്നത് 25 ഇൻറ്റു റൂട്ട് 3 ആയിട്ട് തന്നെ ഇടുന്നു. അപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ഈ റൂട്ട് 3ക്ക് വേണേൽ നമ്മൾക്കൊരു വാല്യൂ ഇട്ട് കൊടുക്കാം. 25 ഇൻറ്റു റൂട്ട് 3 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 25 ഇൻറ്റു റൂട്ട് 3 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 1.732 ആണ് വാല്യൂ. 1.732 ആണ് വാല്യൂ എന്ന് പറയുന്നത്. 1.732 ആണ് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 43.3 എന്ന് കിട്ടും. ഇതാണ് ലെന്ത് എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോ? അപ്പൊ നമുക്ക് എഴുതിയാലോ? ഇത്രയും പഠിപ്പിച്ചത്. അപ്പൊ ലെന്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടിയ. അപ്പൊ നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ നിങ്ങൾ എഴുതിക്കോ. ദ ആംഗിൾസ് ഓഫ് ദി ഫിഗർ വരച്ചായിരുന്നോ? ആ ഫിഗർ ഒക്കെ വരച്ച് അടയാളപ്പെടുത്തിയായിരുന്നോ? ഫിഗർ എത്രയേ ഉള്ളൂ. ആ റെക്ടാംഗിൾ അതുപോലെ കിടന്നോട്ടെ.
നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കിടക്കുന്നതേ ഉള്ളൂ. ഫിഗർ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഐക്യലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക, നടുക്കൂടെ ഇത് ചെയ്യുക, ഇതിനെ 60 എന്ന് അടയാളപ്പെടുത്തുക, ഇത് 30, ഇത് 30, ഇത് 60. വേഗം ഒന്ന് അടയാളപ്പെടുത്തിയേ. വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഫസ്റ്റ് എഴുതിക്കോ. ദ ആംഗിൾസ് ഓഫ് ദ ടു ട്രയാങ്കിൾ ഇൻ ദ ഫിഗർ ആർ the angles of the two triangle in the figure are 30 degree, 60 degree, 90 degree. The angles of the two triangle in the figure are 30 degree, 60 degree and 90 degree. എഴുതിയോ? എഴുതി. The angles എഴുതിയോ? Okay. The angles of the two triangles in the figure are 30 degree, 60 degree, 90 degree. The sides opposite to the 30 degree angle is 25 centimeter. The sides opposite to the 30 degree angle is 25 centimeter. The sides opposite to the 30 degree angle is 25 centimeter. എഴുതിയോ? The sides opposite 25 centimeter. Therefore, breadth of the rectangle is equal to the breadth of the rectangle is equal to 25 centimeter. എഴുതിയോ? എഴുതിയോ? ഓക്കെ, ഇനി അടുത്ത എഴുതണം. ബൈ പൈതഗോറസ് തിയറം. ബൈ പൈതഗോറസ് തിയറം എഴുതിയോ? Breadth of the rectangle is equal to 25 centimeter. അവിടെ വരെ എഴുതി. ഇനി എഴുതിക്കോ. ബൈ പൈതഗോറസ് തിയറം. By Pythagoras theorem, comma, the height of the triangle is equal to, by Pythagoras theorem, the height of the triangle is equal to, എഴുതിയോ? Height of the triangle is equal to root of 50 square minus 25 square. എഴുതിയോ? That is equal to root of 25 square into 4 minus 25 square. എഴുതിയോ? ഇതെങ്ങനെ വന്നേ നമുക്ക് അറിയാലോ. That is equal to, പിന്നെന്താ എഴുതിയാൽ മതി? root of 25 square into 3. കാരണം 4 minus 1 is equal to 3. അതൊക്കെ അറിയാത്തവരൊന്ന് എഴുതി വെച്ചേക്കണം. 4 minus 1 നമുക്ക് കിട്ടിയെന്നുള്ള സ്റ്റെപ്പ് വൈസ് ആയിട്ട്. 25 square into 3. എഴുതിയോ? എഴുതി. That is equal to 25 root 3. എഴുതിയോ? എഴുതി. That is equal to 25 into 1.732 is equal to 43.3 centimeter. എഴുതിയോ? That is length of the rectangle is equal to 43.3 centimeter. അത്രേ ഉള്ളൂ. Therefore, the length of the rectangle is equal to
43.3 സെന്റിമീറ്റർ. എഴുതിയോ? എഴുതിയോ? എന്തെങ്കിലും സംശയമുണ്ടോ ഇത്രയും പഠിപ്പിച്ചത്? സാറേ പറഞ്ഞോ. അങ്ങനെയാവുമ്പളേ ഈ √3 എന്ന് പറയുന്നത് 43.3 മൈനസ് 25 അല്ലേ? 43.3 മൈനസ് 25. അല്ലല്ല. ഈ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിളും ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിളും സെയിം ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മൾ പഠിച്ച എന്താ ഒരു റെക്ടാങ്കിളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റി, ഡയഗണലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ട്രയാങ്കിൾ ആക്കി എന്നൊക്കെയാ പഠിച്ചല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 റെക്ടാങ്കിളെ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കാൻ പോകുന്ന ഒരു ഹെക്സഗൺ ആക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The 2 rectangles are cut along the diagonal. 2 റെക്ടാങ്കിൾസ്, കുഞ്ഞു റെക്ടാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ റെക്ടാങ്കിളും ഉണ്ട്, 2 കുഞ്ഞു റെക്ടാങ്കിൾസും ഉണ്ട്. പറഞ്ഞോ. നേരത്തെ ക്വസ്റ്റ്യനായിട്ട് ഒരു ഡൗട്ട് ഉണ്ടേ. ഈ 25.732 അതങ്ങനെ കുടിക്കുന്ന 25 2 പൂജ്യം ഇട്ടിട്ടാണോ ഇൻറ്റു ചെയ്യുന്നത്? 25 അല്ല, ഇൻറ്റു ചെയ്യുന്നത് 1.732 ഇൻറ്റു 25 ചെയ്താൽ പോരെ. ഇസ് ഈക്വൽ ടു 5 into 2 10 remainder 1 5 into 3 15 16 remainder 1 35 36 remainder 3. അറിയത്തില്ലേ? പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അവസാനം നമുക്ക് 43 പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ ഈ 7.3 വരെ ചെയ്താൽ മതി. 7.3 വരെ ആവശ്യമുള്ളൂ. 3.2 ഇടണമെന്നൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ദ 2 റെക്ടാങ്കിൾസ് അല്ലെ, ഇവിടെ 2 ചെറിയ റെക്ടാങ്കിളും ഉണ്ട്, ഒരു വലിയ റെക്ടാങ്കിളും ഉണ്ട് അല്ലെ. അപ്പം 2 ചെറിയ റെക്ടാങ്കിൾ എന്ത് ചെയ്തു? 2 റെക്ടാങ്കിൾസ് ആർ കട്ട് അലോങ് ദ ഡയഗണൽ. അതിന്റെ 2 ചെറിയ റെക്ടാങ്കിളിന്റെ ചെറിയ റെക്ടാങ്കിൾ ഉണ്ട്, അവ എന്ത് ചെയ്തു? ഡയഗണലി കട്ട് ചെയ്തു അല്ലേ. അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത്. And the triangles got are to be joined to another rectangle to make the regular hexagon. അപ്പൊ ഇവിടെ വേറൊരു റെക്ടാങ്കിളും ഉണ്ട്, ഒരു വലിയ റെക്ടാങ്കിളും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ കട്ട് ചെയ്തപ്പോ നമുക്ക് 4 ട്രയാങ്കിൾ കിട്ടി. ഒന്നിത് അല്ലെ. ഈ 2 റെക്ടാങ്കിളുകളെ തമ്മിൽ ഡയഗണലി കട്ട് ചെയ്തപ്പോ നമുക്ക് 4 ട്രയാങ്കിൾ കിട്ടി, ചെറിയ ട്രയാങ്കിൾ. അവയെ എന്ത് ചെയ്തു? ഓരോ സൈഡിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ചു. ഓരോ ട്രയാങ്കിളിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? മറ്റേ റെക്ടാങ്കിളിന്റെ ഇങ്ങനെ യോജിപ്പിച്ചു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടി. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? 2 ചെറിയ റെക്ടാങ്കിളുകൾ ഉണ്ടായിരുന്നു, അവയെ 2നെയും ഡയഗണലി കട്ട് ചെയ്തു. എന്നിട്ട് ആ വലിയ റെക്ടാങ്കിളിന്റെ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തു? അന്നേരം അങ്ങനെ കിട്ടിയ ഓരോ ട്രയാങ്കിളുകളെയും കൊണ്ട് വെച്ച് നമുക്ക് ഒരു റെഗുലർ ഹെക്സഗണെ ഉണ്ടാക്കി. ഈ ഫിഗർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ഹെക്സഗൺ ആർ ടു ബി 30 സെന്റിമീറ്റർ. ഹെക്സഗന്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. Sides of the hexagon are to be 30 centimeter. What would be the length and breadth of the rectangles? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റെക്ടാങ്കിളുകളുടെ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ചെറിയ റെക്ടാങ്കിളിന്റെയും വലിയ റെക്ടാങ്കിളിന്റെയും ലെങ്ത് ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അല്ലേ? അതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? നമുക്കറിയാം ഈ റെഗുലർ ഹെക്സഗന്റെ പ്രത്യേകത എന്താണ്? എന്താണ് റെഗുലർ ഹെക്സഗന്റെ പ്രത്യേകത? ആംഗിൾസ് ആംഗിൾസ് എല്ലാം എന്തുമായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും. അത് എത്രയാണ് ആംഗിള്? 120. 120 ഡിഗ്രി ആയിരിക്കും. ഇതെത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇതും 120 ആയിരിക്കും. ഇത് 120 ആയിരിക്കും. എല്ലാം എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അത്ര മനസ്സിലായല്ലോ? ശരി കേട്ടോ. പറഞ്ഞോ, എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞോ. വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു. ഇല്ല, ഡൗട്ടില്ല. ഓക്കെ. അപ്പൊ അത്ര നമുക്ക് കണ്ടുപിടിച്ചല്ലേ? അപ്പം ആദ്യം നമ്മൾ ഒരു റെഗുലർ ഹെക്സഗൺ വരച്ചു അല്ലെ? ആദ്യം ഒരു റെക്ടാങ്കിൾ ആയിരുന്നു, അതിൽ നമ്മൾ എന്ത് ചെയ്തു? റെഗുലർ ഹെക്സഗൺ വരച്ചു. ഇനി നമ്മൾ ഇവിടെ 120 അറിയാം. 120നെ രണ്ടായിട്ട്, ഈ ടോട്ടൽ 120 ആണെങ്കിൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന 60 ഡിഗ്രി അല്ലേ? 60 ആയിരിക്കും. ഇവിടെയും കിട്ടുന്ന 60 ആയിരിക്കും അല്ലെ? നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ 120ന്റെ ബാക്കിയായി ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പം ഈ ഓരോ ട്രയാങ്കിൾ എന്ന് പറയുന്നതും 30, 60, 90 റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കത്തില്ലേ? ഓക്കെ, അത്ര മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മള് ഈ റെഗുലർ ഹെക്സഗണിന് ഓരോ പേര് കൊടുക്കാൻ പോവാം. A, F, C, D, E, P, B ഇങ്ങനെ പേര് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാകും ബി പി എന്ന് പറയുന്നത് എ സിക്ക് പെർപെൻഡിക്കുലർ അല്ലേ? ബി പി എന്ന് പറയുന്നത് എ സിക്ക് പെർപെൻഡിക്കുലർ അല്ലേ? ബി പി എന്ന് പറയുന്നത് എ സിക്ക് പെർപെൻഡിക്കുലർ അല്ലേ? എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പം എ പി ബി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 30, 60, 90 റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇത് എത്രയാണ്? 60 ആയിരിക്കും. ഇത് 30 ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത്ര നമുക്കറിയാം. അപ്പൊ നമുക്ക് പിന്നെ ഒരു ഇൻഫർമേഷനോട് അറിയാം. ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുമുണ്ട്. ഒന്ന് 30 എഴുതുവാന്നറിയാം അല്ലെ? ഒന്ന് 30 ആണെന്നറിയാം. ബാക്കി നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ഇത് 30, 60 റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. 30, 60 റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1:√3:2 ആയിരിക്കത്തില്ലേ? അല്ലേ? 1:√3:2 ആയിരിക്കത്തില്ലേ? അല്ലേ? ഓക്കെ. അപ്പോ അതായത് ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് √3x ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 2x ആയിരിക്കും അല്ലേ? അല്ലേ? അപ്പൊ ഒന്ന് എക്സ് ആയിരിക്കും, ഒന്ന് √3x ആയിരിക്കും, ഇത് 2x ആയിരിക്കും. അപ്പൊ 2x എത്ര നമുക്കറിയാം? 2x = എത്ര നമുക്കറിയാം? 30 ആണ് നമുക്കറിയാം. അറിയത്തില്ലയോ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 30/2 ആയിരിക്കത്തില്ലേ? പറഞ്ഞോ. പറ. 15. ഹലോ. 15. ഓക്കെ.
ഓക്കെ, അപ്പൊ 15 കിട്ടി അല്ലെ? ഈ 15 എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആണ്, അതായത് ഈ സൈഡ് ആണ് എന്തെന്ന് പറയുന്നത് 15 അല്ലേ? ഈ സൈഡ് എന്ന് പറയുന്നത് ചെറിയ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് അല്ലേ ഈ സൈഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇത് 15 അല്ലേ? അതെ. അപ്പൊ ഈ സൈഡ് നമുക്കറിയാം എത്ര, √3x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √3x എന്ന് പറയുന്ന 15 ആണ് നമുക്കറിയാം. √3x എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു √3 എന്ന് വരും അല്ലേ? അതായത് ഈ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 √3 ആയിരിക്കത്തില്ലേ? അതായത് ലെങ്ത് ഓഫ് ദി സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 √3 എന്നായിരിക്കത്തില്ലേ? ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്മോൾ റെക്ടാങ്കിളിന്റെ കിട്ടി. 2 ഉണ്ട് സ്മോൾ റെക്ടാങ്കിൾ, പക്ഷെ നമുക്ക് ഒരെണ്ണത്തിന് കണ്ടുപിടിച്ചാൽ മതി, കാരണം ബാക്കി മറ്റേതിന്റെ ലെന്ത് എന്താണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് റെക്ടാങ്കിൾ സ്മോൾ റെക്ടാങ്കിളിന്റെ ലെന്ത് എത്ര, 15 √13 ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ, ലാർജ് റെക്ടാങ്കിളിന്റെ കേസാണ്. ലാർജ് റെക്ടാങ്കിളിന്റെ കേസ് നമുക്ക് ഇതറിയാം 15 √3 ആണെന്ന്, ഇതിന്റെ പകുതി വരെ നമുക്കറിയാം 15 √3 ആണെന്ന്, ബാക്കി പകുതിയോടെ കണ്ടുപിടിച്ചാൽ ഇതിന്റെ ലെന്ത് ആയില്ലയോ, ലാർജ് റെക്ടാങ്കിളിന്റെ ലെന്ത് ആയില്ലയോ? ആയില്ലയോ? ഈ AP എന്ന് പറയുന്നതും നമുക്ക് AC ആണ് ഇനിയും കാണേണ്ടത്, അതായത് അല്ലെങ്കിൽ FD ആണ് നമുക്ക് ഇനിയും കാണേണ്ടത്. ആ വലിയ റെക്ടാങ്കിൾ നിങ്ങൾ കണ്ടോ? പടം ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു, ഞാനിങ്ങനെ കുത്തി വരച്ചുകൊണ്ട് വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പടം നോക്കുന്നതിനൊക്കെ? ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, നമ്മൾ വരച്ചു കാണിക്കാം. സൈഡിന്റെ റേഷ്യോ ഒന്നുകൂടെ വെച്ചില്ലേ? സൈഡിന്റെ അതായത് സൈഡിന്റെ റേഷ്യോ വെച്ചില്ലേ? ഇപ്പം 60 30-60 റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3:2 ആണ്. അപ്പം 60 ഓപ്പോസിറ്റ് √3 എടുത്തു, 30 ഓപ്പോസിറ്റ് 1 എടുത്തു, 90 ഓപ്പോസിറ്റ് 2 എടുത്തു. അപ്പൊ എക്സും കൂടെ ചേർത്തു, 1x √3x 2x. അപ്പം 2x = 30 ആണ്. അത് ഇനി അവിടെ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് കിട്ടിയതാണ്. 2x 30 അറിയാം, നമ്മൾ അങ്ങനെയല്ലേ എടുത്തിരിക്കുന്നത്. 30 ഇവിടെ 2x നേരെ 30 അല്ലേ? 2x എന്ന് പറയുന്നത് 30 ഈക്വൽ അല്ലേ? അല്ല 30 എങ്ങനെ, അത് എങ്ങനെ? അല്ല 30 ഡിഗ്രി എടുക്കണോ? 30 ഡിഗ്രി അല്ല, 30 സെന്റിമീറ്റർ, ഡിഗ്രി അല്ല സെന്റിമീറ്റർ. അത് നമ്മൾ സങ്കല്പിച്ചെടുത്തു. അല്ല, 30 എന്ന് പറഞ്ഞ ക്വസ്റ്റിനകത്ത് കിടപ്പുണ്ടല്ലോ, 30 സെന്റിമീറ്റർ ആണ് ഹെക്സഗന്റെ ഓരോ സൈഡും 30 സെന്റിമീറ്റർ ആണ് ക്വസ്റ്റിനകത്തുണ്ട്. അപ്പം 90 ഓപ്പോസിറ്റ് ആയുള്ള സൈഡ് 2x ആണ്. അപ്പൊ 2x = 30. അങ്ങനെ x 15 ഡിഗ്രി, 15 സെന്റിമീറ്റർ 15 എന്ന് കിട്ടി. അപ്പം 15 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ 90 ഓപ്പോസിറ്റ് ഉള്ള സൈഡിന് 15 സെന്റിമീറ്റർ ആണോ? 90-ന് 30 സെന്റിമീറ്റർ ഉണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, അതായത് ഈ എക്സ് എന്ന് പറയുന്നത് താരത്തെ ബേസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അതായത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, അതെ. അത് 15. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കും 15. അപ്പൊ പിന്നെ മറ്റേത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതെന്ന് പറയുന്നത് √3x ആണ്. അപ്പൊ എക്സ് എത്ര നമുക്കറിയാം, 15 ആണ്. അപ്പൊ √3x എന്ന് പറയുന്നത് 15 √3 ആയിരിക്കും. അത് വല്ല സംശയം ഉണ്ടോ? ഇല്ല, ഇപ്പൊ മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും കിട്ടിയത്. ഇപ്പൊ മനസ്സിലായോ? മൂന്നിന്റെയും ലെങ്തും ബ്രെഡ്ത്തും കിട്ടി അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ AP എന്ന് പറയുന്നത് 15 √3 ആ. സംശയമുണ്ടോ AP എന്ന് പറയുന്നത്? ഇല്ല. ഓക്കെ, ഈ AC എന്ന് പറയുന്നത് വലിയ റെക്ടാങ്കിളിന്റെ ലെന്ത് അല്ലേ? AC നോക്കിയേ. അതെ ആണ്. AC എന്ന് പറയുന്നത് വലിയ റെക്ടാങ്കിളിന്റെ ലെന്ത് ആണ്. AP എത്ര നമുക്കറിയാം. ഈ AC എന്ന് പറയുന്നത് AP + PC എന്നല്ലേ? അതെ. ഈ AP യും PC യും സെയിം അല്ലേ?
അതായത് എ സി എന്ന് പറയുന്നത് 2 into AP എന്ന് എടുത്തത് തെറ്റാണോ? ശരിയല്ലേ? അതെ ശരി. 2 into 15√3 അല്ലേ? 2 into 15√3 എന്ന് നമുക്ക് എ സി കിട്ടത്തില്ലേ? അപ്പം എ സി എന്ന് പറയുന്നത് 2 into 15, ദാറ്റ് ഇസ് ഈക്വൽ 2 into 15√3 എന്ന് പറയുമ്പോൾ 30√3 എന്ന് കിട്ടത്തില്ലേ? കിട്ടും. 30√3. അപ്പൊ 30√3 ആണ് എന്തെന്ന് പറയുന്നത് വലിയ റെക്ടാങ്കിളിന്റെ ലെന്ത് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? എസിയുടെ ലെങ്ത് മനസ്സിലായി. അപ്പൊ ലെന്ത് കിട്ടി. അപ്പൊ ഇത്രയും പഠിപ്പിച്ചില്ല, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും? ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ എ സി എത്ര നമുക്ക് കിട്ടി, ലെന്ത് എത്രന്ന് കിട്ടി. പിന്നെ നമുക്കറിയാം ബ്രെഡ്ത്ത് ഓഫ് ദി ലാർജർ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സി ഡി ആണ് അല്ലെ? സി ഡി എന്ന് പറയുന്നത് ലാർജർ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത് തന്നെ, റെഗുലർ ഹെക്സഗന്റെ എല്ലാ സൈഡും 30 സെന്റിമീറ്റർ ആണ്. അതായത് ഇത് 30 ആണ്, ഇത് 30 ആണ്, ഇത് 30 ആണ്, ഇതും എന്ത് തന്നെയാണ് 30 ആണ്. അപ്പൊ ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എത്ര? 30 തന്നെയല്ലേ? അതെ. അപ്പൊ നമുക്കെല്ലാം കിട്ടിയില്ലയോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇത് എത്രയും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ, ധൈര്യമായിട്ട് പറയാം. ഇല്ല, സംശയമില്ല. അപ്പൊ എഴുതാമോ? ഓക്കെ, നമുക്ക് എഴുതാം. അപ്പൊ ഫിഗർ എല്ലാരും വരച്ചായിരുന്നോ? ഇല്ല. ഓക്കെ, എന്നാല് ആ 2 റെക്ടാങ്കിളും 3 റെക്ടാങ്കിൾസും റെഗുലർ ഹെക്സഗണോടെ വരച്ചേ. റെഗുലർ ഹെക്സഗൺ വേണമെങ്കിൽ ഞാൻ ഒന്നും ക്ലിയർ ആയിട്ട് വരച്ചു കാണിക്കാം. ഇത്രയും വരച്ചോ? ഇത് എ, ഇത് എഫ്, ഇത് പി, ഇത് ബി, ഇത് ഇ, ഇത് ഡി, ഇത് സി. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 60, ഇത് 30. ഇത്രയും വരച്ചോ എല്ലാരും? സാറേ പറഞ്ഞോ. ഈയുടെ ഇപ്പുറത്തുള്ള അറ്റത്തിന് പേരില്ല. അതിനിപ്പം അവിടെ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് പേര് കൊടുത്തില്ല. പേര് കൊടുക്കുന്ന എന്തെങ്കിലും പേര് കൊടുക്കുന്നേ കൊടുത്തു. നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രമേ ഞാൻ പേര് കൊടുത്തുള്ളൂ. നമ്മളവിടെ ജി എന്ന് കൊടുത്തോ, അല്ലെങ്കിൽ പി ക്യൂ എന്ന് വല്ലതും കൊടുത്തോ. പ്രശ്നമാക്കണ്ട. വരച്ചോ അപ്പം? ഓക്കെ. അപ്പൊ ഫിഗർ എല്ലാരും വരച്ചു. ഞാൻ അത് വായിക്കാം. അപ്പൊ ഇനി എഴുതിക്കോ. ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 120 ഡിഗ്രി. Each angle of a regular hexagon is 120 degree. എഴുതിയോ? Draw BP perpendicular to AC. Draw BP perpendicular to AC. എഴുതിയോ? Draw BP perpendicular to AC so that the angles of triangle APB are 30 degree, 60 degree, 90 degree. Draw BP perpendicular to AC so that the angles of triangle APB are 30 degree, 60 degree, 90 degree. 30 degree, 60 degree, 90 degree. എഴുതിയോ? പറയോ?
Draw BP perpendicular to AC so that angles of triangle APB are 30 degree, 60 degree and 90 degree. എഴുതിയോ? ആ Okay. One side of a regular hexagon AB is equal to 30 centimeter. 30 സെന്റിമീറ്റർ. One side of a regular hexagon AB is equal to 30 centimeter. എഴുതി. Since triangle APB are 30 degree, 60 degree, 90 degree, the ratio of the sides of the triangle is 1:√3:2. Since triangle APB are 30, 60 right triangle, the sides are in the ratio 1:√3:2. Since the triangle APB are 30, 60, 90 right triangle, അല്ലെങ്കിൽ 30, 60 right triangle, the sides are in the ratio 1:√3:2. എഴുതിയോ? ഇനി അടുത്ത് let x be the base of the triangle APB. Once again. Let x be the base of the triangle APB. Base of the triangle APB. Let x be the base of the triangle APB. എഴുതിയോ? ആ ഫിഗറിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയേക്കണം കേട്ടോ, ബേസിന്റെ സ്ഥാനത്ത്. അതായത് ബേസ് എന്ന് പറയുമ്പോൾ എ പി അല്ലയോ ബേസ്? അല്ല, എ പി അല്ലല്ലോ, ബി പി അല്ലയോ ബേസ്? അപ്പൊ അവിടെ ഒന്ന് എക്സ് എന്ന് അടയാളപ്പെടുത്തിയേക്കണം ഫിഗറിനകത്ത്. Let x be the base of the triangle APB. We know that from the figure, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, from the figure 2x is equal to 30 centimeter. From the figure 2x is equal to 30. From the figure 2x is equal to 30. എഴുതിയോ? എഴുതി. From the figure 2x is equal to 30. Therefore x is equal to 30 divided by 2 is equal to 15. എഴുതിയോ? എഴുതി. Okay. 30 divided by 2 is equal to 15 centimeter. അപ്പൊ എക്സ് എന്ന് പറയുന്നത്, അതായത് therefore ഓക്കെ, അത്ര എഴുതി അല്ലെ? ഇനി നമുക്കറിയാം ഓൾസോ √3x is equal to 15 into √3 is equal to 15√3 centimeter. എന്താ എഴുതണ്ടേ? വിനോദായിട്ട് എഴുതണം. തുടക്കം ഓൾസോ വിനോദത്തിന് എഴുതണ്ട, ഓൾസോ എന്ന് എഴുതിയാൽ മതി. ഓൾസോ √3x is equal to 15 into √3 is equal to 15√3 centimeter. എഴുതിയോ? എഴുതി. ഓക്കെ, ഇനി എഴുതിക്കോ. therefore for small rectangle, therefore for the small rectangle length is equal to 15√3 centimeter. For the small rectangle, for the small rectangle length is equal to 15√3 centimeter. എഴുതിയോ? Length is equal to 15√3 centimeter. Breadth is equal to 15 centimeter. Breadth is equal to 15 centimeter.
എഴുതി. ഇനി അടുത്ത് എഴുതിക്കോ. ഫ്രം ദി ഫിഗർ AC is equal to 2 into AP. From the figure AC is equal to 2 into AP. That is equal to 2 into 15 root 3, that is equal to 30 root 3 centimeter. എഴുതിയോ? എഴുതിയോ? ഓക്കെ, അപ്പൊ AC കിട്ടി. അപ്പൊ ഇനി എഴുതിക്കോ. ഫോർ ദ ലാർജർ റെക്ടാങ്കിൾ length is equal to 30 root 3 centimeter. എഴുതിയോ? എഴുതി. ഇനി breadth is equal to 30 centimeter. breadth is equal to 30 centimeter. ഇത്രേ ഉള്ളൂ. ഇത്രയും പഠിപ്പിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പഠിപ്പിച്ച ഏതെങ്കിലും പോർഷൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ? ഇല്ല, ഡൗട്ട് ഇല്ല. മനസ്സിലായി. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മനസ്സിലായി സാർ. ഡൗട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ അഭിനേഷ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും ലീവ് ചെയ്യാം. താങ്ക് യു സാർ.